ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മലയാളത്തിൽ കാലം തെറ്റി വന്ന 5 സിനിമകളെക്കുറിച്ചാണ്. സിനിമ ഇറങ്ങിയ വർഷത്തിൻ്റെ ഓർഡറിലാണ് പറയുന്നത്. മാത്രമല്ല 5 തരം സിനിമകളാണ്. ഡബിൾ ബാരൽ 2015 ഇറങ്ങിയ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം. സിനിമ തിയേറ്ററിൽ വൻ പരാജയമായി. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, ആര്യ തുടങ്ങിയ ഒരു വൻ താരനിരയുണ്ടായിട്ടും ചിത്രം വിജയിച്ചില്ല. കാരണം ഡബിൾ ബാരൽ എന്താണോ ഉദ്ദേശിച്ചത് അതല്ല പ്രേക്ഷകർ സ്വീകരിച്ചത്. അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്താണോ കൊടുത്തത് അത് മനസ്സിലാക്കാനുള്ള വളർച്ച മലയാളി പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. മലയാളത്തിൽ അതുവരെ വരാത്ത ഗാങ്സ്റ്റർ കോമഡി എന്ന ജോൺറയിലാണ് ചിത്രം ഒരുക്കിയത്. മാത്രമല്ല പൂർണ്ണമായ ഒരു കോമിക് ബുക്ക് സ്റ്റൈൽ മേക്കിങ്ങും. അതേ മാതൃകയിൽ ഇറങ്ങിയ തമിഴിലെ ജിൽജങ് ജക് അവയുടെ ഭേദപ്പെട്ട വിജയമായിരുന്നു. എന്നാൽ സിനിമയുടെ പരാജയം ഒരിക്കലും ഡബിൾ ബാരലിനെ ഒരു മോശം സിനിമയാക്കുന്നില്ല. അത് ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് ശരിക്കും അറിയാമായിരുന്നു. അതാണ് ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്, സോറി ഗൈസ്, നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന്. സിനിമയുടെ തുടക്കത്തിൽ സ്റ്റാൻലി കൂബ്രിക്കിൻ്റെ ഒരു കോട്ട് എഴുതി കാണിക്കുന്നുണ്ട്, ഇഫ് യു ക്യാൻ ബി തോട്ട് ഓർ റിട്ടൺ ഇറ്റ് ക്യാൻ ബി ഫിലിംഡ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും അത് തന്നെ ചെയ്തു. ചിന്തിച്ചു, എഴുതി, ഷൂട്ട് ചെയ്തു. പക്ഷേ അർഹിച്ച വിജയമോ പ്രശംസയോ കിട്ടിയില്ല. ഭാവി തലമുറ ഈ സിനിമയെ പ്രശംസിച്ചേക്കാം. ചിറകൊടിഞ്ഞ കിനാവുകൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാളത്തിൽ വന്ന ആദ്യ സ്പൂഫ് സിനിമ. സിനിമയുടെ പേര് കേട്ട്, അതായത് അഴകിയ രാവണന്റെ റെഫറൻസ് കേട്ട് പ്രേക്ഷകർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കാം. എന്നാലും ഈ സിനിമയ്ക്ക് ചേർന്ന ഏറ്റവും ശരിയായ പേര് ഇത് തന്നെയാണ്. എഴുതാൻ അറിയാത്ത അംബുജാക്ഷൻ ഒരു തിരക്കഥ എഴുതിയാൽ അത് പല സിനിമകളിൽ നിന്നും ചുരണ്ടിയ പോലെ തോന്നും. അത് തന്നെയാണ് ഈ സിനിമയും ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് സ്പൂഫ് സിനിമയുടെ ലക്ഷ്യവും. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസ് മാറിപ്പോയി. കുഞ്ചാക്ക ബോബനിൽ നിന്നും ഇത്തരമൊരു സിനിമ ചിലപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചു കാണില്ല. തമിഴിലൊക്കെ വൻ വിജയമായ തമിഴ് പടം എന്ന സ്പൂഫ് സിനിമയ്ക്ക് കിട്ടിയ വിജയത്തിന്റെ ചെറിയ അംശമെങ്കിലും ചിറകൊടിഞ്ഞ കിനാവുകൾ അർഹിച്ചിരുന്നു. ശേഷം വന്ന കമ്മാര സംഭവം ഒരു സ്പൂഫ് സിനിമയായിരുന്നെങ്കിലും ചിറകൊടിഞ്ഞ കിനാവുകൾ പോലെ സിനിമകളിലെ എല്ലാ ക്ലീശകളും കാണിക്കാൻ കഴിഞ്ഞില്ല. ചിറകൊടിഞ്ഞ കിനാവുകളിലെ സ്പൂൺ ഫീഡിങ്ങും ഒരു വിനയായി മാറിയെന്ന് തോന്നുന്നു. എന്തായാലും സ്പൂഫ് സിനിമകളെ മനസ്സിലാക്കാൻ കഴിയുന്ന കാലത്താണ് ഈ സിനിമ ഇറങ്ങിയിരുന്നതെങ്കിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറിയേനെ. ടമാർ പടാർ 2014 ഇറങ്ങിയ ദിലീഷ് നായർ സംവിധാനം നിർവഹിച്ച ചിത്രം മലയാളത്തിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. ഒരു പക്ഷേ പഞ്ചവടിപ്പാലം, സന്ദേശം പോലുള്ള സിനിമകൾക്ക് ശേഷം മലയാളത്തിൽ വന്ന ഏറ്റവും നല്ല സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷേപഹാസ്യ ചിത്രമാണ് ടമാർ പടാർ. ദിലീഷ് നായരും ശ്യാം പുഷ്കറും ചേർന്നെഴുതിയ തിരക്കഥയിൽ ഒരുപാട് ക്ലീഷേ പൊളിച്ചെഴുത്തുകൾ ഉണ്ടായിരുന്നു. ആദ്യമായി ചെമ്പൻ വിനോദിനും ബാബുരാജിനും പൃഥ്വിരാജിനേക്കാൾ പ്രാധാന്യം നൽകി. അത് ചിലപ്പോൾ ചിത്രത്തിന്റെ വിജയത്തെ ബാധിച്ചേക്കാം. പിന്നെ ശ്രദ്ധയുടെ കഥാപാത്രം എല്ലാം മലയാളികളുടെ ശീലങ്ങളെ മാറ്റുന്നവയായിരുന്നു. ബാബുരാജ് ചെയ്ത ഏറ്റവും വ്യത്യസ്തമായ റോളുകൾ ഒന്നാണ് ഇതിലേത്. എന്നാൽ സിനിമ ചർച്ച ചെയ്ത പല വിഷയങ്ങളും പ്രേക്ഷകരിൽ എത്തിയില്ല, അല്ലെങ്കിൽ കണ്ടവർ പലരും ശ്രദ്ധിച്ചില്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ഷാപ്പിലെ ചർച്ചയും പ്രസംഗത്തേക്കാൾ ആളുണ്ടാവും തെരുവ് സർക്കസ് കാണാൻ എന്ന ചിന്തയും അമ്പലത്തിൽ പെൺവേഷം കെട്ടിപ്പോയപ്പോൾ ഉണ്ടായ അനുഭവവും അങ്ങനെ പലതും എത്തേണ്ടിയിടത്ത് എത്തിയില്ല. സിനിമയുടെ നരേഷൻ വ്യത്യസ്തവും ചിന്തിപ്പിക്കുന്നതുമായിരുന്നു. എല്ലാത്തിനുമുപരി ടമാർ പടാർ എന്ന പേര് തന്നെ സിനിമയുടെ പരാജയത്തിന് കാരണമായി എന്നാണ് എനിക്ക് തോന്നിയത്. കൂതറ 2014 ഇറങ്ങിയ കൂതറ പല കാരണങ്ങൾ കൊണ്ട് പഴി കേൾക്കേണ്ടിയും വന്നു. പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് ചർച്ചയാവുന്നുമുണ്ട്. ആദ്യം ഇന്നും ചർച്ചയാവുന്ന കാര്യം, എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ ഏറ്റവും നന്നായി എഞ്ചിനീയറിംഗ് കോളേജ് ജീവിതം കാണിച്ച സിനിമയാണ് കൂതറ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കണ്ടതുകൊണ്ടാവാം നന്നായി ആസ്വദിച്ച് കണ്ട സിനിമയാണ്. ഇതിലെ പല കോമഡി സീനുകളും എവർഗ്രീൻ ആവേണ്ടവയായിരുന്നു. നന്നായി പോയിരുന്ന സിനിമ പെട്ടെന്നൊരു ടേൺ എടുത്തു. അത് പലരും സിനിമയുടെ വലിയ നെഗറ്റീവായിട്ടാണ് കണ്ടത്. ആദ്യമായി മോഹൻലാലിൻ്റെ ഗസ്റ്റ് റോൾ. ആ റോൾ ആ സിനിമയിൽ തന്നെ അനാവശ്യമായിരുന്നെന്നും അതല്ല ആ റോൾ മോഹൻലാലിന് പകരം വേറെ ആരെങ്കിലും ചെയ്താൽ മതിയായിരുന്നെന്നും രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ആ റോൾ നല്ലതാണ്. അതിന് മോഹൻലാലും കറക്റ്റായിരുന്നു. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം അർഹിക്കുന്ന പോലെ ഡെലിവർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാളിപ്പോയത് കഥയിലെ ആ ട്രാൻസിഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ എൻ്റെ തോന്നൽ തെറ്റാവാം. അങ്ങനെ തോന്നാൻ കാരണം അതുവരെ ഫുൾ കോമഡി മൂഡിൽ പോയിരുന്ന ചിത്രം പെട്ടെന്ന് ഫാൻറ്റസി മൂഡിൽ പോയത് പ്രേക്ഷകർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണം കരുതാൻ. പിന്നെ മോഹൻലാലിൻ്റെ ഗസ്റ്റ് റോളിന് കിട്ടിയ ഒരു അമിത പ്രതീക്ഷയുമാവാം ചിത്രത്തിൻ്റെ പരാജയത്തിന് കാരണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂതറ എന്ന പേരും ചിലപ്പോൾ കാരണമായിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ ചിത്രം ഇതിനേക്കാൾ നന്നായി സ്വീകരിക്കപ്പെട്ടേനെ എന്നാണ് തോന്നുന്നത്. എങ്കിലും കൂതറ എന്നും എനിക്കിഷ്ടമുള്ളൊരു സിനിമയായി നിലനിൽക്കും. ബിഗ് ബി കാലം തെറ്റി വന്ന സിനിമകളിൽ പെട്ടെന്ന് ആളുകൾ അത് തിരിച്ചറിഞ്ഞ സിനിമയാണ് ബിഗ് ബി. ചില സ്ഥലങ്ങളിൽ ചിത്രം ഓടിയെങ്കിലും പലയിടത്തും അമ്പേ പരാജയപ്പെട്ടു. ഫോർ ബ്രദേഴ്സ് എന്ന ഹോളിവുഡ് ചിത്രത്തിൻ്റെ റിപ്പ് ഓഫ് ആണെങ്കിലും നല്ല രീതിയിൽ മേക്ക് ചെയ്ത് ഒറിജിനലേക്കാൾ നന്നാക്കി. ചിലപ്പോൾ അതാവും പരാജയത്തിന് കാരണം. അതുവരെ മലയാളികൾ കാണാത്ത ഒരു സ്റ്റൈലാണ് അമൽനീരത് കൊണ്ടുവന്നത്. ആ ലെവലിൽ ഓഡിയൻസ് എത്തിയില്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം. സ്ലോ മോഷനും വളരെ ചുരുക്കം ഡയലോഗുകളും ചിരിക്കാതെ നടക്കുന്ന മമ്മൂട്ടിയും അങ്ങനെ പലതും മലയാളികൾക്ക് മടുപ്പുളവാക്കി. കൂടാതെ ചോട്ടാ മുംബൈ പോലൊരു സിനിമയുടെ കൂടെ റിലീസ് ചെയ്തതും ഒരു വിനയായി മാറി. പക്ഷേ വളരെ പെട്ടെന്ന് ചെയ്ത തെറ്റ് മലയാളികൾക്ക് ബോധ്യമായി. അവർ ബിഗ് ബിയെയും അമൽനീരതിനെയും വാഴ്ത്തി. ഈ ലിസ്റ്റിലെ മറ്റു സിനിമകൾക്ക് കിട്ടാത്ത അംഗീകാരം ഈ സിനിമയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടി. കൈവിട്ട ഫാൻസ് തന്നെ ബിഗ് ബിയെ പുകഴ്ത്തി. മമ്മൂട്ടിയുടെ ഏറ്റവും സ്റ്റൈലിഷ് സിനിമകളിൽ ഒന്നായി ബിഗ് ബി മാറി. ഇതിലെ ഓരോ ഡയലോഗും ഇന്നും പറയുന്നു. ബിഗ് ബിയെ പ്രേക്ഷകർ മനസ്സിലാക്കിയതുകൊണ്ട് പിന്നീട് നമുക്ക് അമൽനീരതിൻ്റെ മറ്റു ചിത്രങ്ങൾ അർഹിക്കുന്ന നിലവാരത്തിൽ ആസ്വദിക്കാൻ പറ്റി.
ബിഗ് ബിക്ക് കിട്ടിയ ഈ അംഗീകാരം ഈ ലിസ്റ്റിലെ മറ്റു സിനിമകൾക്കും ഈ ലിസ്റ്റിൽ ഇല്ലാത്ത പല സിനിമകൾക്കും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.